മനുഷ്യൻ്റെ അന്തർസംഘർഷങ്ങളെ ഏറ്റവും നന്നായി മലയാളത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ള സംവിധായകൻ അഗ്നിസാക്ഷിയിലൂടെ തൻ്റെ ശക്തമായ സാന്നിധ്യം അറിയിക്കുകയും പിന്നീടുള്ള ഓരോ ചിത്രങ്ങളും തൻ്റെ കയ്യൊപ്പുള്ള ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിക്കുകയും ചെയ്ത സംവിധായകൻ ശ്രീ ശ്യാമപ്രസാദാണ് ഇന്ന് മുഖാമുഖത്തിലെ അതിഥി. നമസ്കാരം. നമസ്കാരം. മനുഷ്യൻ്റെ ആന്തരിക സംഘർഷങ്ങൾ ഏറ്റവും നന്നായി ചിത്രീകരിക്കുന്നു എന്ന് പറയുമ്പോഴും വ്യക്തി കേന്ദ്രീകൃതമാണ് താങ്കളുടെ സിനിമകൾ. വ്യക്തിയിലൂടെയാണ് നമ്മൾ ലോകത്തെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാൻ പറ്റുന്നത്, അല്ലേ? വ്യക്തിയുടെ വികാസത്തോടു കൂടി മാത്രമേ സമൂഹം വികസിക്കുള്ളൂ. വാസ്തവത്തിൽ സമൂഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഗതിയിൽ സംഘങ്ങളുടെയൊക്കെ ഒരു പ്രസക്തി ഞാൻ തിരിച്ചറിയുന്നുണ്ട്, പ്രസ്ഥാനങ്ങളുടെ. പക്ഷേ അൾട്ടിമേറ്റ്ലി ആ സൈക്കിൾ ഒരു സ്ഥലത്ത് അവസാനിച്ചേ പറ്റൂ. കാരണം ഈ സംഘങ്ങളൊക്കെ കുറേ മനുഷ്യർ ചേർന്നുണ്ടായതാണ്. മനുഷ്യരിൽ ആന്തരിക വികാസം ഉണ്ടായിട്ടില്ലെങ്കിൽ, മനുഷ്യൻ്റെ അശാന്തി ഒടുങ്ങിയിട്ടില്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഒരു ശാന്തി ഉണ്ടാവില്ല. ഒരുപക്ഷെ ഒട്ടോപ്യനായിരിക്കും ഈ ചിന്ത, വളരെ ഇംപ്രാക്ടിക്കൽ ഐഡിയലിസ്റ്റിക് ആയ ചിന്തയായിരിക്കും. പക്ഷേ എല്ലാ ആദർശങ്ങളും ഐഡിയലിസ്റ്റിക് അല്ലേ? കമ്മ്യൂണിസം ഐഡിയലിസം അല്ലേ? അല്ലേ? എല്ലാ മതങ്ങളുടെയും സങ്കല്പങ്ങൾ ഐഡിയലിസം അല്ലേ? അതുപോലെ ഇത് മറ്റൊരു ഐഡിയലിസ്റ്റിക്കായിട്ട് മനുഷ്യൻ മാറണമെന്നും മനുഷ്യനിൽ വികാസം ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളുടെ ചിന്തയായിട്ട് കണ്ടാൽ മതി. ഓരോ സിനിമകളിൽ നിന്ന് സിനിമകളിലേക്ക് പോകുമ്പോൾ വ്യത്യസ്ത സ്വത്വമുള്ള സിനിമകളാണുള്ളത്. അതെങ്ങനെ സംഭവിക്കുന്നത്? പലപ്പോഴും ഞാൻ എഴുത്തുകാരുടെ കൃതികളെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റ് ഒരു കലാകാരൻ്റെ മനസ്സ് കൂടി ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ലളിതാംബിക അന്തർജനത്തിൻ്റെ ലോകവീക്ഷണം അല്ല അൽബർ കമ്മ്യൂണുള്ളത്, അതല്ല സുനിൽ ഗംഗോപാധ്യായക്കുള്ളത്. പക്ഷേ ഇവരെല്ലാം കലാകാരന്മാരെന്നുള്ള രീതിയിൽ മനുഷ്യൻ്റെ ഒരു സാകല്യാവസ്ഥ, സമൂഹത്തിലെയും അവൻ്റെ ആത്മീയമായിട്ടുള്ളൊരു ഉയർന്ന അവസ്ഥയെക്കുറിച്ച് സ്വപ്നം കാണുന്നവരാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിനെല്ലാം ഒരു ഏകതയുണ്ട്. പക്ഷേ ഇതെല്ലാം ഡൈവേഴ്സുമാണ്. ടെക്നോപാർക്കിലെ ടെക്കികളുടെ കഥ പറയുമ്പോഴും വാസ്തവത്തിൽ അതിനകത്ത് മനുഷ്യൻ്റെ ഒത്തൻറ്റിക്കായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ കഥ തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് ഒരേ കടലും. ശമനത്താളവും മരണം ദുർബലവും ഒക്കെ എടുത്തൊരു സംവിധായകൻ ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ കല്ലുകൊണ്ടൊരു പെണ്ണ് എടുത്തു എന്ന് വിശ്വസിക്കാൻ കഴിയുകയില്ല. സ്വയം അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, ഇതൊക്കെ ഒരു പ്രോസസ്സല്ലേ. നമ്മൾ ഓരോ ഇൻഡസ്ട്രിയുടെയായിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ ടെലിവിഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ഡിമാൻഡ്സിനെ മീറ്റ് ചെയ്തേ പറ്റൂ. അത് സാറ്റലൈറ്റ് ടെലിവിഷന് മുമ്പിലുള്ള ഒരു ടെലിവിഷൻ കാലഘട്ടത്തിലാണ് ഞാൻ ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്തത്. സാറ്റലൈറ്റ് ടെലിവിഷനിൽ ഒരിക്കലും എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, മരണം ദുർബലം പോലൊരു സാധനം ഉണ്ടാക്കാൻ. സോ ഇതൊക്കെ ഒരുപാട് പരിസ്ഥിതികളുടെ ഒരു പ്രോഡക്റ്റാണ്. എന്ന് പറഞ്ഞതുപോലെ കല്ലുകൊണ്ടൊരു പെണ്ണ് ആ കാലഘട്ടത്തിൽ ദൂരദർശനിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ചെയ്യാനിടയായി വന്ന എൻ്റെ തന്നെ കലാപരമായ വളർച്ചയുടെ ഒരു തുടക്കത്തിൽ, പ്രൊഫഷണലായിട്ടുള്ള ഇൻറ്റഗ്രിറ്റിയുടെ ഒക്കെ ഒരു എവല്യൂഷൻ്റെ തുടക്കത്തിലുള്ളൊരു സ്റ്റേജാണ്. അത് അനിവാര്യമാണെന്ന് തോന്നുന്നു. സ്മോൾ സ്ക്രീനിലെ ശ്യാമപ്രസാദ് എന്ന സംവിധായകനേക്കാൾ വലുതായിട്ടില്ല ബിഗ് സ്ക്രീനിലെ ശ്യാമപ്രസാദ് എന്ന സംവിധായകൻ എന്ന് പറയുന്നവരുണ്ട്. അതിനോട് വ്യക്തിപരമായി യോജിക്കാൻ കഴിയും? ഞാൻ യോജിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് പ്രസക്തമല്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട്. അപ്പോൾ എൻ്റെ സിനിമകളിൽ തന്നെ ഓരോരുത്തരും ഓരോന്ന് ഇഷ്ടപ്പെടുന്നുണ്ട്. അത് സബ്ജക്റ്റീവാണ്. അത് വ്യൂവർക്ക് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. കാരണം വ്യൂവർ അയാളുടെ മനസ്സിലുള്ള ഒരു ചിന്താലോകവും വൈകാരിക ലോകവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണെന്ന് കാണുന്നത്. ഉയർത്തെഴുന്നേൽപ്പ് കണ്ടിട്ട് ഇന്നും അതിനെപ്പറ്റി സംസാരിക്കുന്നവരുണ്ട്. കാരണം അവരുടെ ഏതെല്ലാമോ ചിന്തകളെയും അനുഭവങ്ങളെയും അത് ടച്ച് ചെയ്തിരിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. കല്ലുകൊണ്ടൊരു ഇഷ്ടമാണെന്ന് പറയുന്നവരുണ്ട്. നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ മറ്റൊരു കലാകാരൻ്റെ മനസ്സുകൂടി അതിലുണ്ട് എന്ന് പറയുമ്പോൾ അതിലൊരു പാരതന്ത്ര്യമുണ്ട്, ഒരു സ്വാതന്ത്ര്യത്തിന് പരിമിതിയുണ്ട്. അത് പരിമിതിയൊന്നുമല്ല. സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. അതിനകത്ത് കഥയുടെ ഘടകമുണ്ട്, ദൃശ്യകലയുടെ ഘടകങ്ങളുണ്ട്, ശ്രാവ്യ കലയുടെ ഘടകമുണ്ട്, അഭിനയത്തിൻ്റെ ഘടകമുണ്ട്. ഇതിനെല്ലാം ചേർന്ന് കഥയ്ക്കും അത്രേ പ്രസക്തിയുള്ളൂ. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇൻപുട്സ് ഓഫ് ദ ഫിലിം. ക്യാമറമാനെ പോലെ ഒരു റൈറ്ററെ അതിന് ഞാൻ എംപ്ലോയിക്കുന്നേ ഉള്ളൂ. പക്ഷേ അത് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു അനുഭവ ലോകമുണ്ടല്ലോ. സിനിമ എന്നുള്ളത് ഒരു എക്സ്പീരിയൻഷ്യൽ ലോകമാണ് കൊടുക്കുന്നത്. അവിടെ നമ്മൾ കാണുന്ന കാഴ്ചയുടെയും ശബ്ദത്തിൻ്റെയും അനുഭവമാണ് പോകുന്നത്. ഇപ്പോൾ ഒരേ കടൽ കാണുമ്പോൾ അതിനകത്ത് ആ പ്രമേയവും ആ കഥാപാത്രങ്ങളും പ്രധാനമാണ്, സമ്മതിക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ആ വീട്, ആ ഫ്ലാറ്റ്, അതിനകത്ത് നിറങ്ങൾ, അവിടെ ആളുകൾ ബിഹേവ് ചെയ്യുന്ന രീതി, അയാളിട്ടിരിക്കുന്ന കോട്ട്, അയാളുടെ നടത്തത്തിൻ്റെ രീതി, ഇങ്ങനെ മറ്റൊരു മാധ്യമത്തിനും പ്രകാശിപ്പിക്കാൻ കഴിയാത്ത അഗോചരമായിട്ടുള്ള കുറേ സാധനങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്.
സോ ഡയറക്ടറുടെ ആർട്ട് എന്ന് പറയുന്നത് ഈ എക്സ്പീരിയൻഷ്യൽ ലോകം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഡയറക്ടർ ആർട്ട് കഥയുണ്ടാക്കലല്ല, കഥ പറയലല്ല വാസ്തവത്തിൽ സംവിധായകൻ്റെ ജോലി. സംവിധായകൻ്റെ ജോലി ഈ അനുഭവ ലോകം മറ്റൊരാൾക്ക് കൂടി അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, മറ്റൊരാൾ ഉണ്ടാക്കിയ പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് സംവിധായകൻ ഇത് ചെയ്യുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. ഏത് കഥയാണ് അങ്ങനെ ആ അർത്ഥത്തിൽ 100% ഒറിജിനലായിട്ടുള്ളത്? എല്ലാ കഥകളും നമ്മളുടെ അനുഭവങ്ങളുടെ ഒരു കണ്ടിന്യൂഷനല്ലേ. രാമായണത്തെയും മഹാഭാരതത്തെയും തൊടാതെ ഏതെങ്കിലും കഥ ഇന്ന് പുതിയത് പറയാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞ കാരണം കൊണ്ടാണോ അഗ്നിസാക്ഷി എന്ന നോവൽ സിനിമയാക്കിയപ്പോൾ പി ഗോവിന്ദപിള്ള പോലെയുള്ളവർ അതിലെ ഹിന്ദുത്വ അജണ്ടയെക്കുറിച്ചോ അത് സംബന്ധിച്ച് വിമർശനം ഉന്നയിച്ചത് അതുകൊണ്ടാണോ? നിർഭാഗ്യവശാൽ നമ്മളുടെ നിരൂപകർക്കും ഇതുപോലത്തെ വിമർശകർക്കൊക്കെ അവരുടേതായിട്ടുള്ള വളരെ ബയസ്ഡ് എന്ന് വിളിക്കാവുന്നൊരു കാഴ്ചപ്പാടുണ്ട്. അത് സ്വാഭാവികമാണ്. അവർക്ക് അവരുടെ അവർ പഠിച്ച അവരുടെ സങ്കല്പത്തിലുള്ളൊരു ലോകം, കലയെക്കുറിച്ചുള്ള അവരുടെ ദർശനം, ഇതിനെയൊക്കെ സ്വാധീനിക്കാതെ വയ്യ. നാളിതുവരെ എനിക്ക് തോന്നുന്നു അഗ്നിസാക്ഷി എന്നുള്ളത് ഒരു നമ്പൂതിരി സമുദായത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ കഥയായിട്ടൊക്കെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെയൊക്കെ. ഇതെല്ലാം അതിലുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുകയല്ല. ആ തലങ്ങളെല്ലാം അതിനകത്തുണ്ട്. അഗ്നിസാക്ഷിയുടെ ശ്രേഷ്ഠത അതാണ്. ഈ തലങ്ങൾക്കെല്ലാം അപ്പുറം മനുഷ്യൻ്റെ എറ്റേണലായുള്ള ചില ചോദ്യങ്ങൾ അത് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത്? അങ്ങനെ വ്യർത്ഥമായി പോകുന്ന രണ്ട് വ്യക്തികൾ ഒരു വിവാഹബന്ധത്തിലൂടെ വ്യർത്ഥമായി പോകുന്നതിൻ്റെ കഥയാണത് പറയുന്നത്. വിച്ച് ഈസ് ഐ തിങ്ക് എറ്റേണൽ ആൻഡ് ടൈംലെസ് ആൻഡ് യൂണിവേഴ്സൽ. അപ്പോൾ ഈ അതിനു മുമ്പ് ഇപ്പോൾ ഋതുമതിയോ പാട്ടബാക്കിയോ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കോ തുടങ്ങിയിട്ടുള്ള സമാനമായിട്ടുള്ള സാമൂഹിക പ്രതലമുള്ള കഥകൾ, അതിനേക്കാളൊക്കെ അഗ്നിസാക്ഷി ഏറെ ഉയർന്നു പോകുന്നത് ഈ ഒരു യൂണിവേഴ്സലായിട്ടുള്ള തീം ആവുന്നതുകൊണ്ടാണ്, വിച്ച് ഈസ് ഓഫ് മൈ ഇൻട്രസ്റ്റ്. അതുകൊണ്ടാണ് ശ്രീ ഒ രാജഗോപാലിൻ്റെ മകനായതുകൊണ്ടുകൂടി സ്വാഭാവികം ഇറ്റ് ഗോസ് വിത്തൗട്ട് സെയിങ്. കാരണം ആളുകൾ വളരെ എല്ലാത്തിനെയും സിംപ്ലിഫൈ ചെയ്ത് കാണാൻ മാത്രം ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ അതുപോലുള്ള വിമർശകർക്ക്, അവർക്കെല്ലാം വളരെ ക്ലിയർ ആയിട്ടുള്ള ഓരോ കള്ളികളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമല്ലേ. അപ്പോൾ ഒ രാജഗോപാലിൻ്റെ മകനായി നിലനിന്നുകൊണ്ട് തന്നെ, ഒ രാജഗോപാലിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ മറ്റ് ചില പോയിന്റ് ഓഫ് വ്യൂ കൂടി കൈയാളാൻ പറ്റുന്നവർക്ക് പലർക്കും സ്വീകരിക്കാൻ പറ്റില്ല. അതെന്ത് ചെയ്യാൻ പറ്റുമോ? ഒരേ കടൽ അകലെ തുടങ്ങിയ സിനിമകളുടെ സൂക്ഷ്മാംശങ്ങൾ അഭിനന്ദിക്കപ്പെടുമ്പോൾ തന്നെ ഇതിലൊരു തിയററ്റിക്കൽ എലമെൻറ്റ് കൂടുതലാണെന്ന് പറയുന്നവരുണ്ട്. ഇറ്റ് ഡിപ്പെൻസ് എന്താണ് അവർ തിയേറ്ററിക്കൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ ഇപ്പോൾ സാധാരണ നമ്മളുടെ ഒരു കാഷ്വൽ കോൺവെർസേഷൻ അപ്പുറത്തേക്ക് കനമുള്ള സംഭാഷണങ്ങൾ അതിലുണ്ട്. കുറച്ചുകൂടി സബ് ടെക്സ്ച്വലാണ്. തിയേറ്ററിൻ്റെ ഒരു ഡ്രാമയുടെ ഒരു വലിയൊരു ഐഡൻറ്റിറ്റി അതാണ്, സബ് ടെക്സ്ച്വലാണ്, പറയുന്നതല്ല ശരിക്കും ഉള്ളിലുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് അതിലുണ്ട്. നാടകീയ അംശമുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അഭിനേതാക്കളിലൂടെ ആണ് അത് മുമ്പോട്ട് പോകുന്നത്. ക്രിയാംശം നാടകവേദിയുടെ ഒരു പ്രത്യേകതയാണത്. ക്രിയാംശം അഭിനേതാക്കളുടെ. അപ്പോൾ നോവലിൽ അത് നോവൽസിൻ്റെ നരേഷനിലാണ് ക്രിയാംശം കിടക്കുന്നത്. സോ ഇതൊക്കെ നാടകവേദിയുടെ പല ഘടകങ്ങളിൽ ഉപയോഗിച്ചത് കൊണ്ടായിരിക്കാം. I don't think it is a big issue. I mean, ultimately, ഇപ്പോൾ ഒരു കവിത പോലെ മനോഹരമാണ് സിനിമ എന്ന് പറയുന്നവരുണ്ട്. അതൊരു തെറ്റാണ്, ദോഷമൊന്നുമല്ല. കവിത എന്നുള്ളൊരു ഫോമിൻ്റെ ചില ക്വാളിറ്റീസ് ഉപയോഗിച്ചിരിക്കുന്നതുള്ളൂ. ഇംഗ്ലീഷ് പോലെയുള്ളൊരു സിനിമ എടുത്തപ്പോൾ ഒരു പക്ഷേ ഈ വ്യക്തികളിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ കുറച്ചുകൂടി ഉപരിപ്ലവമായി പോയിട്ടുണ്ട്. അത് എങ്ങനെ സംഭവം? അതിൻ്റെ ഒരു ഇഡിയം, അതിൻ്റെ ഒരു ശൈലി കുറച്ചുകൂടി വ്യത്യാസമുള്ളതായിരുന്നു. ഒരേ കടൽ പോലെയോ മറ്റതുപോലെയല്ല. സാധാരണ എൻ്റെ സിനിമകൾ 2-3 കഥാപാത്രങ്ങൾ അവരുടെയിലേക്ക് ആഴത്തിൽ പോകുന്നതാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഒരു പരന്ന ഒരു സമൂഹത്തിൻ്റെ ചിത്രമാണ്. പക്ഷേ വിത്തിൻ ദാറ്റ് ഒരു സഫിഷ്യൻറ്റ് ഡെപ്തിൽ പോയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ബട്ട് ഓഡിയൻസ് ഈസ് വെൽക്കം ടു ഹാവ് ദെയർ ഓൺ ജഡ്ജ്മെൻറ്റ്. ഇലക്ട്ര പുറത്തിറങ്ങിയിട്ടില്ല, പക്ഷേ ഒരു നിയോ ഫ്രോഡിയൻ കോൺസെപ്റ്റ് അത് ഈ മലയാളി പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്നുള്ള ഒരു ആകാംക്ഷ സംവിധായകനിലുണ്ടോ? ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ഫ്രോയിഡ് അതിനെ വ്യാഖ്യാനം ചെയ്തതിൻ്റെ ഒരു തലത്തിൽ മാത്രമല്ല, എന്ന് വെച്ചാൽ ഒരു സൈക്കോസെക്ഷൽ എന്നുള്ള ഒരു ആംഗിളിൽ മാത്രമല്ല ആ കഥയെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രീക്ക് മിത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രമേയം, ഈ very intense loyalty to the father, thereby looking at the mother as the enemy. ഇതാണ് അതിൻ്റെ അടിസ്ഥാന ഒരു കഥയിലുള്ള ഘടകം. അതിനെ ഫ്രോയിഡിൻ്റെ ഒരു പെറ്റ് തിയറീസിലൂടെയൊക്കെ അതിനെ
ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പക്ഷേ മറ്റ് പല രചയിതാക്കളും, ഉദാഹരണത്തിന് എന്നെ സ്വാധീനിച്ച ഒരു പുസ്തകം യുജീൻ ഒനീലിൻ്റെ മോർണിംഗ് ബിക്കംസ് ഇലക്ട്ര എന്നുള്ളൊരു ത്രയമാണ്, നാടകത്രയമാണ്. അത് 1920s 30s എഴുതപ്പെട്ടതാണ്. അത് ഈ ഫ്രോയിഡിയൻ വ്യാഖ്യാനത്തെ കുറച്ചൊക്കെ പിൻപറ്റുന്നുവെങ്കിലും അത് ഈ ആർക്കിടൈപ്പുകളിലൂടെ കഥാപാത്രങ്ങളുടെ ധാർമ്മികവും വൈകാരികവുമായിട്ടുള്ള സംഘർഷങ്ങളിലൂടെ പോകുന്നു. ഐ ടുക്ക് ദാറ്റ് പാത്ത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തുള്ള ഒരു എക്സ്പ്ലോസീവായിട്ടുള്ള ഒരു ഫ്രോയിഡിയൻ സെക്ഷൽ ഇൻ്റർപ്രിട്ടേഷൻ അതിനകത്തൊരു പ്രധാന ഘടകമല്ല. സിനിമ പ്രേക്ഷകനെ ഏത് മാനസികാവസ്ഥയിൽ കൊണ്ടെത്തിക്കണം? സിനിമ എന്നുള്ളതൊരു ഒരു യുണീക്കായിട്ടുള്ള കല തന്നെയാണ്. കാരണം പല മനഃശാസ്ത്രജ്ഞരും അതിനെപ്പറ്റി പറയുന്നത് അതൊരു വളരെ സബ് കോൺഷ്യസ് എക്സ്പീരിയൻസ് ആണെന്നുള്ളതാണ്. കാരണം വലിയ ചിത്രം, വലിയ ശബ്ദങ്ങൾ, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉള്ള അനുഭവമാണ് ശരിക്ക് ഈ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള അനുഭവമാണ് ഈ ദൃശ്യശ്രാവ്യ അനുഭവം എന്ന് പല സൈക്കോളജിസ്റ്റുകളും വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിനിമ സമൂഹത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത്. ഒരു നല്ല മോമെൻറ്റ് നമുക്ക് മറക്കാൻ പറ്റാതാവുന്നത് അത് സബ് കോൺഷ്യസിലേക്ക് ഉടനെ തുളച്ച് കയറുന്നതുകൊണ്ടാണ്. ടെലിവിഷൻ ആ അനുഭവമില്ല. ടെലിവിഷൻ ഇറ്റ്സ് എ സ്മോൾ മീഡിയം, ഇറ്റ്സ് കാഷ്വൽ മീഡിയം, ദർ ഇസ് സോ മച്ച് ഹാപ്പനിങ് അറൗണ്ട് യു ഇൻ ദ റൂം. സിനിമ അങ്ങനെയല്ല. യു ആർ ഇൻ എ ഡാർക്ക് റൂം ആൻഡ് സച്ച് ബിഗ് സ്പെക്ടക്കിൾ ആൻഡ് സൗണ്ട് ഈസ് ഹാപ്പനിങ്. സോ ഇഫ് യൂസ്ഡ് ഇഫക്റ്റീവ്ലി ഇറ്റ് ക്യാൻ ക്രിയേറ്റ് എ വെരി സീരിയസ് സബ് കോൺഷ്യസ് ഇമ്പാക്റ്റ്. അതാണ് വാസ്തവത്തിൽ ഒരു നല്ല ഫിലിം മേക്കർ അയാളുടെ ഓരോ ഫ്രെയിമിൽ നിന്നും ആഗ്രഹിക്കുന്നത്. മലയാളത്തിൽ താങ്കൾ ചെയ്തിട്ടുള്ള സിനിമകളുടെ പക്ഷേ സ്വഭാവപരമായത് മലയാളത്തിൻ്റെ സിനിമകളല്ല. ഒരു സാർവദേശീയ സ്വഭാവത്തിലേക്ക് എത്തപ്പെടാനുള്ള ശ്രമമുണ്ട്. എല്ലാ കലകൾക്കും ഒരു സാർവദേശീയവും സാർവലൗകികവുമായിട്ടുള്ള സാർവകാലീനവുമായിട്ടുള്ള ഒരു പദവിയിലേക്കല്ലേ എത്താൻ ആഗ്രഹിക്കുന്നത് അല്ലേ? അത് കാരണം അത് ലോക മനസ്സിലേക്ക് അത് കണക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് നമ്മൾ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കിസ്ലോവ്സ്കിയുടെ സിനിമ കാണുമ്പോൾ പോളണ്ടിലോ പാരീസിലോ ഉള്ള ഒരാളുടെ ജീവിതം വാസ്തവത്തിൽ നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നത് അത് ദർ ഇസ് സോ മെനി ക്ലോസ്നെസ് ആൻഡ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് എസ്. ഐ ഡോണ്ട് വാണ്ട് എൻ്റെ ഒരു സിനിമ വെറും ലോക്കലായിട്ടുള്ള കോണ്ടംപററി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇഷ്യൂയെ പറ്റി മാത്രം ഉപരിപ്ലവമായി ചർച്ച ചെയ്യുന്ന ഒരു സിനിമ ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷെ അവിടെ കോംപ്രമൈസസ് വേണ്ടി വരില്ലേ? ഇപ്പോൾ സിനിമയുടെ നമ്മുടെ ഒരു ചെറിയ പ്രദേശത്തെ നിന്നുകൊണ്ടൊരു സിനിമ ചെയ്യുമ്പോൾ കോംപ്രമൈസ് വേണ്ടി വരുന്നത് സിനിമ എന്നുള്ളത് ഒരു ഗ്രൂപ്പ് ആർട്ടാണ്. ഒരു 100-150 പേര് ചേർന്നുണ്ടാക്കുന്ന ഒരു ക്രിയേഷനാണ്. സോ നമ്മളുടെ ഐഡിയയുടെ പ്യൂരിറ്റി, നമ്മളുടെ ക്രിയേറ്റിവിറ്റിയുടെ പ്യൂരിറ്റി ഒരാൾക്കൊന്ന് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അത് ഈവൻ ദ ഗ്രേറ്റസ്റ്റ് ഫിലിം മേക്കേഴ്സ് ഇൻക്ലൂഡിങ് ദ സേ കിസ്ലോവ്സ്കി ഓർ എനിബഡി, ബിക്കോസ് ദാറ്റ്സ് ദ നേച്ചർ ഓഫ് ഇറ്റ്. ഒരു എഴുത്തുകാരൻ അയാളുടെ മനസ്സും പേപ്പറും ഉള്ളതുപോലെ അല്ലല്ലോ സിനിമ. സോ മെനി തിങ്സ്. ഒരു മണിക്കൂർ ഷൂട്ട് ചെയ്യാൻ വൈകിയാൽ ലൊക്കേഷനിൽ ഉണ്ടാകുന്ന മാറ്റം ആ സിനിമയിൽ ഉണ്ടാകുന്ന ഒരു ക്രിയേറ്റീവ് കോംപ്രമൈസാണ്. സോ ഡോണ്ട് ബിലീവ് എനിബഡി ഹൂ സേസ് ദാറ്റ് ഐ ഡോണ്ട് കോംപ്രമൈസ്. ദാറ്റ്സ് നോൺസെൻസ്. പക്ഷേ ഈ കോംപ്രമൈസ് എന്താണ് കോംപ്രമൈസ് ചെയ്യേണ്ടതെന്നുള്ളൊരു തീരുമാനം ഫിലിം മേക്കർ എടുക്കണം. ഞാനൊരു പക്ഷേ ഇപ്പോൾ ഇന്നൊരു ആക്ടർക്ക് പകരം മറ്റൊരു ആക്ടറായിരുന്നെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന അത്രയും അതിന് വരില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഐ ക്യാൻ ഫിനിഷ് ഇറ്റ് ഓൺ ടൈം ആൻഡ് പ്രോബ്ലി ഐ ക്യാൻ ഗെറ്റ് സംതിങ് എൽസ് ഔട്ട് ഓഫ് ഇറ്റ്. ദാറ്റ്സ് എ കോംപ്രമൈസ്. ദാറ്റ് ഈസ് എ കോംപ്രമൈസ് ഐ എം മേക്കിംഗ് ടു സേവ് സംതിങ് ബിഗർ. അങ്ങനെ 100,000 കോംപ്രമൈസുകൾ നമ്മൾ ചെയ്യേണ്ടത്. ബട്ട് വാട്ട് ഷുഡ് നോട്ട് ബി കോംപ്രമൈസ്ഡ് ഈസ് യുവർ ഐഡിയ, എസെൻഷ്യൽ ഐഡിയ ഓഫ് ദ ഫിലിം, ദ ട്രൂത്ത് ദാറ്റ് യു വാണ്ട് ടു ബ്രിങ് ഔട്ട് ഇൻ സിനിമ. അതിൽ കോംപ്രമൈസ് ചെയ്യരുത്. റെസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് കോംപ്രമൈസ്. ചിലപ്പോൾ എനിക്ക് ഏറ്റവും നല്ല ക്യാമറ കിട്ടില്ലായിരിക്കും, പക്ഷേ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി ഞാൻ ചെയ്യുകയും ആ സിനിമ ഒരു യാഥാർത്ഥ്യമാവുകയും ചെയ്തു. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഒരേ കടൽ വാസ് ഡൺ ഇൻ വെരി വെരി ലോ കോസ്റ്റ് സറൗണ്ടിങ്സ്. അങ്ങനെ അല്ലാതെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ബട്ട് ദാറ്റ്സ് എ കോംപ്രമൈസ് ഐ മേക്ക് സോ ദാറ്റ് ഐ ഡു നോട്ട് ഹാവ് ടു മേക്ക് എ കോംപ്രമൈസ് അബൌട്ട് ദ ഫിലിം ദാറ്റ് ഐ വാണ്ട് ടു മേക്ക്. ഈ താരങ്ങളുടെ കാര്യത്തിൽ ഈ രീതിയിലുള്ള ഈ കോംപ്രമൈസസ് ഉണ്ടാകാറുണ്ടോ? തീർച്ചയായും ഉണ്ടാവാറുണ്ട്. കാരണം എല്ലാം നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ അവൈലബിലിറ്റി ഓഫ് ഡേറ്റ്സ് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ അതിനുള്ള സാമ്പത്തിക സൗകര്യങ്ങൾ ഉണ്ടായില്ലായിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ മലയാളത്തിലെ മുൻനിര താരങ്ങളെ, അല്ലെങ്കിൽ മലയാളത്തിലെ മാത്രമല്ല മറ്റു താരങ്ങളെയും ഉപയോഗിച്ചിട്ടുണ്ട്, ഋതുവിലൊരു പക്ഷേ ഒഴികെ. അല്ല, കാരണം ആ സിനിമ ഒരു യാഥാർത്ഥ്യമാവണമെന്നും അത് പ്രേക്ഷകരിലേക്ക് എത്തണമെന്നും പ്രേക്ഷകർ തിയേറ്ററിലേക്ക് പോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. സോ ദാറ്റ് ഈസ് പറഞ്ഞ പോലെ ഒരു കോംപ്രമൈസ് ഐ മേക്ക്. I don't essentially need the stars to create that film,
പക്ഷേ ദാറ്റ്സ് എ കോംപ്രമൈസ് ഐ മേക്ക് സോ ദാറ്റ് പീപ്പിൾ കം ടു ദ തിയേറ്റർ. പക്ഷേ ശ്യാമപ്രസാദിൻ്റെ ഒരു സിനിമ എന്ന പേരിൽ പ്രേക്ഷകൻ തിയേറ്ററിൽ എത്തുന്ന ഒരു കാലം ഇനിയുമായിട്ടില്ല. പ്രിയപ്പെട്ട വീണ ജോർജ്, നമ്മളൊരു വളരെ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ലോകത്തിലല്ല ജീവിക്കുന്നത്. വളരെ വളരെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വളരെ ക്ലിഷ്ടമായിട്ടുള്ള, വളരെ എന്താ പറയുക, സൂപ്പർഫ്ലുവസ് ആയിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പോരാടുന്ന ഒരു ആരവം കാണിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. പീപ്പിൾ ജസ്റ്റ് വാണ്ട് ടു ഹാവ്, മേ ബി ഐ എം ജനറലൈസിങ്, ബട്ട് ദിസ് ഈസ് ദ നോളജ് ദാറ്റ് ഐ ഹാവ്. യങ്സ്റ്റേഴ്സ് പർട്ടിക്കുലർലി അവർ ഒരു ജസ്റ്റ് ടു ഹാവ് എ ഗുഡ് ടൈമിനാണ് തിയേറ്ററിൽ പോകുന്നത്. ദേ ഡോണ്ട് വാണ്ട് ഒരു പുസ്തകം വായിക്കുന്ന പോലൊരു സോൾഫുൾ എക്സ്പീരിയൻസ് അവർക്ക് തിയേറ്ററിൽ നിന്ന് ആവശ്യമില്ല. സോ നമ്മൾ അങ്ങനെയുള്ളൊരു അനുഭവം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ യു നീഡ് ടു ആക്ച്വലി ഇൻഫ്ലുവൻസ് ദം ഇൻ അതർ വേയ്സ്. സി യുവർ ഫഹദ് ഫാസിൽ ഈസ് there, why don't you come and watch it? So I don't have to compromise on what I want to say. ഈ ഒരു സ്ട്രാറ്റജി ഇന്നത്തെ ഫിലിം മേക്കേഴ്സ്, എന്നത്തെയും ഫിലിം മേക്കേഴ്സ് എടുക്കാതെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോഹൻലാലിനെ സംബന്ധിച്ച് വളരെ അനായാസമായ അഭിനയശൈലി മലയാളത്തിലുണ്ടെന്ന് പറയപ്പെടുന്ന നടനാണ് മോഹൻലാൽ. പക്ഷേ താങ്കളുടെ സിനിമകളിൽ മോഹൻലാലിനെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നേ ഉള്ളൂ. ഞങ്ങൾ 1-2 പ്രോജക്റ്റുകളൊക്കെ ആലോചിച്ചിട്ടുണ്ട്, പക്ഷേ ചില സാഹചര്യങ്ങളുകൊണ്ട് നടന്നില്ല എന്നേ ഉള്ളൂ. ദർ ഇസ് നത്തിങ് പർട്ടിക്കുലർ ദറ്റ് ഐ ഡോണ്ട്, അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഉടനെ ചിലപ്പോൾ ചെയ്തേക്കാം, ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഈ നടന്മാരുടെ നിലപാടുകളെ വളരെ നിശ്ചിതമായി പല ഘട്ടങ്ങളിലും വിമർശിച്ചിട്ടുള്ള വ്യക്തിയാണ് താങ്കൾ. പ്രത്യേകിച്ച് നടന്മാരുടെ നിലപാടുകൾ എന്ന് വെച്ചാൽ ദിസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് നമ്മളുടെ ആക്ടേഴ്സിനെ കുറിച്ച് മാത്രമെന്നല്ല ഞാൻ പറയുന്നത്. ജനറലി ഫിലിം ഇൻഡസ്ട്രി ഈസ് ഗവേൺഡ് ബൈ ദീസ് സ്റ്റാർസ്. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ് പ്രോജക്റ്റുകളെ നിർണ്ണയിക്കുന്നത്, പലപ്പോഴും ജയാപജയങ്ങളെ നിർണ്ണയിക്കുന്നത്. സോ അവർ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്, അവരിലെ പ്രേക്ഷകർ അർപ്പിക്കുന്നൊരു വിശ്വാസമുണ്ട്. അതിന് ലെറ്റ് ഡൗൺ ചെയ്യുന്നത് ശരിയല്ല. സിനിമ എന്നുള്ളത് ഒരു വ്യവസായമാണെങ്കിലും അതേസമയം കലയും മാധ്യമമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അതിനൊരു സാംസ്കാരികമായിട്ടുള്ള ദൗത്യമുണ്ട്. അപ്പോൾ ഈ വലിയ കലാകാരന്മാരെന്ന ജനങ്ങൾ ആരാധിക്കുന്ന ഈ വ്യക്തികൾ ആ ഉത്തരവാദിത്വം മറന്നുകൂടാ. അത് ഓർമ്മിക്കാൻ ആരെങ്കിലും വേണ്ടേ ഇടയ്ക്കൊക്കെ? മമ്മൂട്ടി, മോഹൻലാലിനെ പോലെയുള്ള നടന്മാർ പറയുന്നത് ഞങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കഥകൾ കിട്ടുന്നില്ല, സിനിമകൾ കിട്ടുന്നില്ല. അതൊരു വേറൊരു എക്സ്ക്യൂസാണ്. കാരണം ഇങ്ങനത്തെ സിനാരിയോയിൽ വേർ ദേ ഹാവ് ടു ആക്ച്വലി ലീഡ്, ദേ ഹാവ് ടു പ്രോംപ്റ്റ്, ദേ ഹാവ് ടു എൻകറേജ് ദ കൈൻഡ് ഓഫ് ഗുഡ് സിനിമ ദാറ്റ് വി വോണ്ട് ടു സീ. അപ്പോൾ അതിന് ഏറ്റവും ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചീത്ത സിനിമകൾ അഭിനയിക്കാതിരിക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എനിത്തിങ് വിൽ നോട്ട് ഗോ. അതിൽ ഏതെങ്കിലും രീതിയിലൊരു ക്വാളിറ്റിയോ ഇന്നോവേഷനോ ആവശ്യമുണ്ടെന്നുള്ളത് ആ ഒരു സ്റ്റെപ്പ് എടുത്താൽ മാത്രം മതി, കുറേയൊക്കെ ശരിയായോ. ഇനിഷ്യേറ്റീവ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം, തീർച്ചയായും ഉണ്ടാവണം. കാരണം അവരാണത് ലീഡ് ചെയ്യുന്നത്. തീർച്ചയായും ഡയറക്ടേഴ്സിൻ്റെ ഭാഗത്ത് ഇനിഷ്യേറ്റീവ് ഉണ്ടാവണം. ദാറ്റ് ഈസ് അനദർ ബിഗ് ഡേഞ്ചർ. കാരണം ഇവരെ ഫോളോ ചെയ്യുകയും ഇവരുടെ ടേസ്റ്റിന് വേണ്ടി മാത്രം സിനിമ എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ഡേഞ്ചർ. സംവിധായകർക്കും ആ രീതിയിൽ തന്നെ ഒരു ഇച്ഛാശക്തികൾ ഉണ്ടാവണം, സ്വാധീന ശക്തി ഉണ്ടാവണം, അത് ഉപയോഗിക്കണം തീർച്ചയായും. ഈ മലയാള സിനിമ സ്വഭാവപരമായ ഒരു 2 വർഷം മുമ്പുള്ള സിനിമയല്ല ഇപ്പോഴുള്ളത്. മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ പടങ്ങളും കേട്ടിട്ടില്ലാത്ത പുതിയ സംവിധായകർ വരുന്നു, അറിയാത്ത നടന്മാർ നടിമാർ വരുന്നു. ഇത് ഗുണപരമായ മാറ്റമാണോ കഥയുടെയോ സിനിമയുടെയോ കാര്യത്തിൽ? ഇൻഡസ്ട്രി ഓപ്പൺ അപ്പ് ചെയ്യുന്നുണ്ട്, അത് തീർച്ചയായും നല്ല കാര്യം തന്നെയാണ്. കൂടുതൽ വോയിസസ് ഇതിനകത്ത് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ കൂടുതലൊരു കാഷ്വൽനെസ് ഇതിനകത്ത് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ പുതിയ ടെക്നോളജി, ഇപ്പോൾ ഡിജിറ്റൽ ടെക്നോളജി കൊണ്ട് ഒരു സ്റ്റിൽ ക്യാമറയാണ്, 5D എന്ന് പറയുന്ന ഒരു സ്റ്റിൽ ക്യാമറ ഉണ്ടെങ്കിൽ ഒരു ഫിലിം മേക്കർ ആവാം ആർക്കും. വിച്ച് ഹാസ് സം, ആ ഡെമോക്രറ്റൈസേഷൻ ഒരു തരത്തിലും നല്ലതാണെങ്കിലും മറുവശത്ത് ഇതിനെ ഒരു ട്രിവിയലൈസേഷൻ ആവുന്നുണ്ട്. ആർക്കും എന്തും ചെയ്യാം. ഒരു എഡിറ്ററും ചെയ്തിട്ട് അത് അപ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂട്യൂബിൽ സിനിമയായി മാറുന്നു. അമച്വറിഷ്നെസ് റൂൾസ് നമ്മളുടെ മീഡിയയ്ക്ക് സംഭവിച്ചിട്ടുള്ള വലിയ പ്രശ്നമാണത്. സിനിമയായാലും ടെലിവിഷനായാലും ട്രൂ പ്രൊഫഷണൽസ് എത്ര കുറവാണ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മാതൃകയാകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് പിന്നീട് അതിൻ്റെ നിലവാരം വളരെ മോശമാകുന്നൊരവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. ഇപ്പോൾ ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ സർക്കാർ എടുത്തിട്ടുണ്ട്. എങ്ങനെ ഇതിനെ കാണുന്നു? ഈ മാറ്റങ്ങൾ അനിവാര്യമാണ്. പൊതുവേ ചലച്ചിത്ര അക്കാദമി എന്നൊക്കെ പറയുമ്പം അക്കാദമിയുടെ എന്നുള്ള വാക്കിന് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അതിനൊരു അക്കാഡമിക് ആയിട്ടുള്ള ഗൗരവം ആവശ്യപ്പെടുന്ന ഒരു പ്രസ്ഥാനമായിരിക്കണമെന്ന്. അത് പലപ്പോഴും ഉണ്ടാവുന്നില്ല. കാരണം ഇതൊരു പോപ്പുലർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നൊരു പരിപാടിയായി മാറി. ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ളതൊരു പോപ്പുലറായിട്ട് 10,000 പേര് പങ്കെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ വലിയ വിജയമായിട്ട് കാണുന്നത്. എല്ലാത്തിനെയും ഒരു പോപ്പുലർ ആണെന്നുള്ളത് മാത്രമാണ് അതിനൊരു സാങ്കത്യം എന്ന് വിചാരിക്കുന്നൊരു സമൂഹം ഉണ്ടായി വരുന്നത്.
അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് സ്റ്റേറ്റ് തന്നെ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നു. അതിനകത്ത് നയിക്കുന്നവരും അതിനെ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടും ഒക്കെ പോപ്പുലറാക്കുക എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു അപജയം സ്വാഭാവികമാണ്. വാസ്തവത്തിൽ ഈ ഫിലിം അവാർഡ് പ്രഖ്യാപിക്കലും പിന്നെ പേരിന് ചില വർക്ക്ഷോപ്സൊക്കെ നടത്തുന്നല്ലാതെ വാസ്തവത്തിൽ എന്താണ് ചെയ്യുന്നത്? ഫിലിം എന്നുള്ള മീഡിയം സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള മീഡിയം, സമൂഹത്തെ സ്വാധീനിക്കുന്ന ഈ മീഡിയത്തിൻ്റെ ഒരു സാംസ്കാരികമായ ഗതി ശരിയായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എന്ത് ചെയ്യും? സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറി സ്വതന്ത്രമായി കലാകാരന്മാർ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം എന്നുള്ളത് അതുണ്ടാവില്ലല്ലോ. അപ്പോൾ വേർ വിൽ ദ ഫണ്ട് കം ഫ്രം? സ്റ്റേറ്റ് ഹാസ് ടു ബി സപ്പോർട്ടീവ് അല്ലേ? സ്റ്റേറ്റ് എന്നുള്ളതിന് സാംസ്കാരികമായൊരു ബാധ്യതയില്ലേ? സിനിമ പോലെ ആളുകളെ, സമൂഹത്തെ സ്വാധീനിക്കുന്നൊരു മാധ്യമത്തിനെ ആരോഗ്യകരമായി കൊണ്ടുപോകാൻ ഈ സ്റ്റേറ്റിനൊരു ബാധ്യതയില്ലേ? സ്പോർട്സിനുള്ള വകയിരുത്തലിൻ്റെ എത്രയോ ചെറിയ ശതമാനമാണ് സിനിമ. ദിസ് ഈസ് അബ്സേർഡ്. ഞാൻ സ്പോർട്സ് വിരോധിയൊന്നുമല്ല, പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ഇത്രയും സെക്കൻഡ് കുറച്ച് ഓടി എന്നുള്ളത് സമൂഹത്തിന് ഒന്നും സംഭവിക്കാൻ പോകാത്ത കാര്യമാണ്. അൺഫോർച്ചുനേറ്റ്ലി വി ചിയർ അബൌട്ട് ആൻഡ് വി മേക്ക് എ ബിഗ് ഫസ്. ഒരു ചീത്ത സിനിമ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരുടെ മനസ്സിനെയാണ് ദുഷിപ്പിക്കുന്നത്, വിച്ച് ഈസ് സോ മച്ച് മോർ ഇമ്പോർട്ടൻറ്റ്. കുറച്ചുകൂടി കേന്ദ്രീകൃതമായ അവസ്ഥയിലേക്ക് മാറുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ, ഷാജൻ കരുൺ പോലെയുള്ളവർ നിയന്ത്രണം ഏറ്റെടുക്കുന്നൊരവസ്ഥ, അത് നല്ലതായിരിക്കുമെന്ന് കരുതുന്നുണ്ട്. അല്ല, അവരൊക്കെ വളരെ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സാണ്. അപ്പോൾ അവരുടെ ഒരു ക്രെഡൻഷ്യലൊന്നും എനിക്ക് ഇതില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ കൂടി ഉൾച്ചേരണം എന്നെനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു തിങ്കിങ് അതിനകത്ത് വരണം. ഐ ഡോണ്ട് നോ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോൾ എന്തൊക്കെയാണ് ഈ ഡെലിബറേഷൻസ് ഉണ്ടായതെന്ന്. പക്ഷേ അത് യൂണിലാറ്ററലായിട്ടുള്ള ചില ചിന്തകളാവാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ സിനിമകളിലൊക്കെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച് വരുമ്പോഴും ഒരു പ്രത്യേക രാഷ്ട്രീയം പറയാൻ ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യം എന്താണ്? കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു കുഴലൂത്തുകാരനായിട്ടല്ല ഫിലിം മേക്കറോ ഏതെങ്കിലും ഒരു കലാകാരൻ നിൽക്കേണ്ടത്. കാരണം രാഷ്ട്രീയ പ്രവർത്തകർക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ശരി തെറ്റ്, ഇന്ന വഴി പോകണം, ഇന്നതാണ്. കാരണം പാർട്ടി ലൈൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ തന്നെ ഇല്ലേ? ഇതൊന്നും അല്ലല്ലോ സത്യം. പല രീതിയിൽ കാണും. നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ളൊരു ഒരു ഒരു സംഭവം ഉണ്ടാകുന്നു, അതിനെ പല പാർട്ടികൾ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. ഇതിലെല്ലാം സത്യത്തിൻ്റെ ഘടകങ്ങളുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അവർ ഓരോ പാർട്ടി ലൈൻ എടുക്കുന്നതുകൊണ്ട് തങ്ങൾ വിചാരിക്കുന്നത് മാത്രമാണ് സത്യം. ഒരു കലാകാരനെ പിൻപറ്റാൻ പറ്റില്ല. ഏതൊരു ദുരന്തത്തിൻ്റെ ചിത്രത്തിനിടയിലും വേറെ ഏതെങ്കിലും ഒരു ആംഗിളിൽ കാണാൻ പറ്റും. എത്ര കറുത്ത വില്ലനാണെങ്കിലും അയാളുടെ ഉള്ളിലും വേറെ ഏതോ ഒരു ആംഗിളിൽ നമുക്ക് മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അത് കാണുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ കലാകാരൻ്റെ സത്യത്തിൻ്റെ അന്വേഷണമാണ് വാസ്തവത്തിൽ. അർത്ഥത്തിൽ അത് കലാകാരനും സന്യാസിയും ഒക്കെ ഒരു ലെവലിലാണ് എത്തുന്നത്. സൂക്ഷ്മാംശങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പലപ്പോഴും സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് സംവിധായകൻ അകന്നു പോകുന്നുണ്ടോ? അല്ല, സമൂഹമായിട്ടുള്ള ബന്ധം ഇല്ലാത്ത ഒന്നുമില്ലല്ലോ സിനിമയിൽ കാണുന്ന ഏത് ഒരു കാര്യവും. ഈവൻ ദ വേസ്റ്റ് ആർ മൈൻഡ്ലെസ് കമേഴ്ഷ്യൽ ഫിലിം ആക്ച്വലി പ്രസൻസ് എ സർട്ടൻ സോഷ്യൽ വ്യൂ അല്ലേ? അത് ഒരുപക്ഷെ ദുഷിച്ചൊരു വ്യൂ ആയിരിക്കും കാണിക്കുന്നത്. എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള വ്യൂ ആയിരിക്കും. ജെൻഡറായിട്ടും സമൂഹത്തിലെ മറ്റ് കെടുതികളെക്കുറിച്ചുള്ള ഒരു നെഗറ്റീവ് വ്യൂ ആയിരിക്കും കാണിക്കുക. എന്നാലൊരു സോഷ്യൽ വ്യൂ അതിലുണ്ട്. സോ ഒരു സോഷ്യൽ വ്യൂ ഇല്ലാതെ സിനിമ ഇല്ല. ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരേ കടൽ എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് അൺഎംപ്ലോയ്മെൻറ്റ് ഓർ പോവർട്ടി ഓർ വിമൻ ഇൻ എ ഫാമിലി. ഇതൊന്നിനെ പറ്റിയൊന്നും അല്ല പറയുന്നത്. ഇറ്റ് ടോക്സ് അബൌട്ട് നേരത്തെ പറഞ്ഞ മനസ്സിൻ്റെ അശാന്തിയാണ്. എന്തുകൊണ്ടൊരു വേറൊരു ഇണയെ തേടുന്നു എന്നുള്ളതിൻ്റെ ഡയമെൻഷനാണ്. പക്ഷേ ദർ ഈസ് എ സൊസൈറ്റി സറൗണ്ടിങ് ഇറ്റ്. ഋതുവിലായാലും എല്ലാത്തിലും ഇതുണ്ട്. സോ ആ അർത്ഥത്തിൽ അത് പൊളിറ്റിക്കലാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ജഡ്ജ്മെൻറ്റൽ. ഇറ്റ് ഡസൻറ്റ് ടേക്ക് സൈഡ്സ്. ഇറ്റ് ഡസൻറ്റ് ഗിവ് യു ആൻ ഈസി ആൻസർ. ലെഫ്റ്റിസ്റ്റ് ഒരു പ്രസ്ഥാനത്തിനോ കാഴ്ചപ്പാടിനോ ആണ് ശരിയെന്നോ മറ്റേതാണെന്നോ അത് പറയുന്നില്ല. അത്ര എളുപ്പത്തിൽ നമുക്ക് സത്യത്തെ വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. ഈ സിനിമകളിലൊക്കെ സ്ത്രീകൾക്ക് അവരുടെ വിഷയങ്ങളിൽ അതിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെ സംഭവിക്കുന്നതാണ്? ഐ തിങ്ക് വീണ ഇറ്റ്സ് എന്താ പറയുക, ബൈ കോൺട്രാസ്റ്റ് അത് അങ്ങനെയാണെന്ന് തോന്നുന്നത്. കാരണം പൊതുവേ നമ്മളുടെ സിനിമകളെല്ലാം പുരുഷൻ്റെ വിജയം, പുരുഷൻ്റെ ചാലഞ്ചസ്, അങ്ങനെയൊക്കെ പുരുഷ കേന്ദ്രീകൃതമായൊരു സിനിമയുടെക്കിടയിൽ എൻ്റെ സിനിമകൾ വരുമ്പോൾ അത് സ്ത്രീകൾക്ക് കൂടി പ്രാധാന്യമുള്ളത് കൊണ്ട് അതങ്ങനെ തോന്നുന്നതായിരിക്കും. ദർ ഈസ് നോ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ദാറ്റ്. ഐ തിങ്ക് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു വേദനകളാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി ഐ മീൻ ബിക്കോസ് അവരുടെ ഐ തിങ്ക് എ വുമൺസ് ഇന്നർ വേൾഡ് ഈസ് മച്ച് മോർ ഇൻട്രസ്റ്റിംഗ്
ആസ് എൻ ആർട്ടിസ്റ്റ് ഫോർ മീ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സീ. ശ്രീ ഒ രാജഗോപാലിൻ്റെ മകൻ എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. പക്ഷേ ഇനിയൊരിക്കൽ അതിനൊരു സാധ്യതയുണ്ടോ ഒരു രാഷ്ട്രീയ പ്രവേശത്തിന്? അല്ല, ഇതിൽ നേരത്തെ പറഞ്ഞത് ശരിയാണ്. കുട്ടിക്കാലത്തെ ഒരു ഫോർമേറ്റീവായിട്ടുള്ള വർഷങ്ങളിൽ ഈ രാഷ്ട്രീയം എന്നുള്ളൊരു ഭയങ്കര ബുദ്ധിമുട്ടിൻ്റെയൊക്കെ കാര്യമായിട്ടാണ് എപ്പോഴും അലച്ചിലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നൊരു തോന്നിയില്ല. പക്ഷേ പിന്നീട് ഒരു ചിന്തയൊക്കെ കുറച്ചപ്പോൾ കൂടുതൽ വായിക്കുന്ന സമയമാകുമ്പോഴേക്കൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയ പാർട്ടികളിലൊന്നും അല്ല യഥാർത്ഥത്തിൽ സത്യം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അതിനേക്കാളുമൊക്കെ ആഴത്തിലും കുറച്ചുകൂടിയും പ്രധാനമായും ചെയ്യേണ്ട ഒരു വർക്ക് ആർട്ടിസ്റ്റിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി ഒരു നേരത്തെ പറഞ്ഞ സെർച്ച് ഫോർ ട്രൂത്ത് എന്നുള്ള ശരിക്കും സംഭവിക്കേണ്ടത്. അപ്പോൾ ആ വഴി കുറേ അങ്ങ് പോയി കഴിഞ്ഞു. ഇനി മടക്കാൻ അസാധ്യമാണ്. വളരെ നന്ദി. താങ്ക് യു വീണ. താങ്ക് യു. താങ്ക്സ്. നമസ്കാരം.